ലോകത്തെ രണ്ട് വലിയ രാജ്യങ്ങൾ തമ്മിലാണ് ഈ വിപണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നത്. ചൈന അമേരിക്കയുടെ താരിഫുകൾക്ക് തിരിച്ചടി നൽകിയാൽ ബുധനാഴ്ച മുതൽ 50% അധിക നികുതി കൂടി ചുമത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്പം മണിക്കൂറുകൾക്ക് മുമ്പാണ് ചൈനയ്ക്ക് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ചൈന അവരുടെ താരിഫ് പദ്ധതികളൊക്കെ പിൻവലിച്ചില്ലെങ്കിൽ അവരുമായിട്ടുള്ള ചർച്ചകൾ അവസാനിപ്പിക്കുമെന്നുള്ള ഒരു ഭീഷണിയും ട്രംപ് മുഴക്കിയിട്ടുണ്ട്. നേരത്തെ ഈ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 20% നികുതി ചുമത്തിയതിന് പുറമെ 34% അധിക നികുതി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ മറുപടിയായിട്ട് ചൈനയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 34% നികുതി ചുമത്തി. ഇപ്പോൾ ഈ ട്രംപ് പറയുന്ന പുതിയ നികുതി കൂടി വന്നാൽ ചൈനയ്ക്ക് മേൽ ഏതാണ്ട് 104% താരിഫ് ആകുമെന്ന് ഓർക്കണം. ട്രംപിന്റെ ഈ ഭീഷണി വന്നതോടുകൂടിയാണ് ഓഹരി വിപണിയിൽ ഇന്ന് വലിയ ചാഞ്ചാട്ടമുണ്ടായത്. S&P 500 ഒക്കെ സൂചിക താഴ്ന്ന് ബെയർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഇത്തരമൊരു അവസ്ഥ ഏതാണ്ട് 2022 അവസാനം നമ്മൾ കണ്ടത്. ചൈന ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ബ്ലാക്ക്മെയിൽ പരിപാടി നടക്കത്തില്ലെന്നാണ് ചൈന ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തിയോ ഒന്നും ചൈനയെ വരുതിയിലാക്കാമെന്ന് അമേരിക്ക കരുതണ്ടെന്നാണ് ചൈന പറയുന്നത്. എ മിസ്റ്റേക്ക് ഓൺ ടോപ്പ് ഓഫ് അനദർ മിസ്റ്റേക്ക് എന്നാണ് ചൈന ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നയതന്ത്രപരമായ ചർച്ചകളിൽ കൂടെ മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റൂ എന്നും ചൈന പറയുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഈ വ്യാപാര യുദ്ധം ശരിക്കും സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മോശമാക്കുമെന്നുള്ള ഒരു ആശങ്ക പരക്കെ നിക്ഷേപകർക്കിടയിൽ ശക്തമായ രീതിയിൽ വന്നിട്ടുണ്ട്. എന്നാൽ നിലവിലുള്ള ഈ താരിഫുകൾ വഴി ഇതിനോടകം അമേരിക്കയ്ക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ വരുമാനം ലഭിച്ചിട്ടുണ്ടെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഈ താരിഫ് പ്രഖ്യാപിച്ചതിനെ ന്യായീകരിക്കുന്നത്. ട്രംപ് ഈ നികുതികൾ പിൻവലിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ആയിട്ടില്ല. അത് മാത്രമല്ല, ഇന്ന് ഈ ഫെഡ് പലിശ കുറയ്ക്കണമെന്ന ഒരു ആഹ്വാനം അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കുന്നത് വിലക്കയറ്റത്തിന് കാരണമാകുമെന്നാണ് ഫെഡറൽ റിസർവ് ചെയർമാന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് കനത്ത നികുതി ചുമത്തുന്നത് വില കൂട്ടുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ട്രംപ് ഇതൊന്നും കാര്യമാക്കുന്നില്ല.